യോഹന്നാൻ എന്ന ഒരു നല്ല ക്യാരക്ടറാണ് ദിലീഷ് പോത്തൻ ഈ സിനിമയിൽ ലഭിച്ചിട്ടുള്ളത്. ആ കഥാപാത്രത്തിന്റെ പല പല ഷെയ്ഡുകൾ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ പുള്ളി പറയുകയുണ്ടായി, ഓരോ സിറ്റുവേഷനിലും ഓരോ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആളാണ് യോഹന്നാൻ. വളരെ കെയറിംഗ് ആയിട്ടുള്ള ഒരു ഭർത്താവിൽ നിന്ന് പൊടുന്നനെ ചൂടനായ മേലുദ്യോഗസ്ഥനായിട്ടും കാര്യങ്ങൾ മയത്തിൽ പറഞ്ഞ് സോൾവ് ആക്കാൻ നോക്കുന്ന ഒരു നെഗോഷിയേറ്റർ ആയിട്ടും ഒക്കെ സ്വിച്ച് ചെയ്യുന്ന ദിലീഷ് പോത്തന്റെ പ്രകടനമാണ് ഒരർത്ഥത്തിൽ ഈ സിനിമയെ എൻഗേജിംഗ് ആക്കി നിലനിർത്തുന്നത്. റോഷൻ മാത്യു അവതരിപ്പിച്ചിട്ടുള്ള ദിൻനാഥ് യുവരക്തമാണ്. വളരെ ഐഡിയൽ ആയിട്ടുള്ള ചില പോലീസ് മുഖങ്ങളൊക്കെയുള്ള ആ കഥാപാത്രം യോഹന്നാനെ പോലെ ഓരോ സിറ്റുവേഷനിലും ഓരോ രീതിയിൽ പെരുമാറുന്ന ആളാണ്. പക്ഷേ ആ പെരുമാറ്റം യോഹന്നാന്റെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നരിവേട്ടയിൽ ടൊവിനോ തോമസ് ചെയ്തതുപോലെ സ്വല്പം ഒരു മാൻ ചൈൽഡ് സ്വഭാവമുള്ള കഥാപാത്രമായിട്ട് മാറാവുന്ന ഒന്നാണ് ഇതിൽ റോഷന് കിട്ടിയിട്ടുള്ള ദിൻനാഥ്. എന്നാൽ ആ കഥാപാത്രത്തെ റിയൽ ആയിട്ട് നിലനിർത്താൻ റോഷന് സാധിക്കുന്നുണ്ട്. പ്രഡിക്റ്റബിൾ ആയിട്ട് പോലും ഈ സിനിമയുടെ ക്ലൈമാക്സ് നമുക്കൊരു ഇമോഷണൽ ഹെഫ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാന കാരണം റോഷന്റെ കൺവിൻസിംഗ് ആയിട്ടുള്ള പ്രകടനം തന്നെയാണ്.